ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കണ്ടക്ടിവിറ്റി ആൻഡ് മെഷർമെൻറ്റ് ഓഫ് കണ്ടക്ടൻസ് ആണ്. അപ്പം നിങ്ങൾക്കറിയാം, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഒരു വസ്തു ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യിപ്പിക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ പാസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് മെറ്റീരിയൽസിനെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം: കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. അതിൽ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യിപ്പിക്കുന്ന സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ദ സബ്സ്റ്റൻസ് വിച്ച് അലൗസ് ദ പാസേജ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ത്രൂ ദം. അങ്ങനെ നമ്മൾ എടുക്കുന്ന സബ്സ്റ്റൻസുകൾ ഒന്നുകിൽ മെറ്റൽസ് ആകാം, അല്ലെങ്കിൽ സൊല്യൂഷൻസ് ആകാം. അതായത് മെറ്റൽസും ഇലക്ട്രിക് കറണ്ടിനെ പാസ് ചെയ്യിപ്പിക്കും, സൊല്യൂഷൻസും കറണ്ടിനെ പാസ് ചെയ്യിപ്പിക്കും. അപ്പം മെറ്റൽ എടുത്താലും നമ്മുടെ സൊല്യൂഷൻ എടുത്താലും അത് എന്തുകൊണ്ടാണ് ഇലക്ട്രിക് കറണ്ടിനെ പാസ് ചെയ്യിപ്പിക്കാൻ കാരണം? ഇപ്പം മെറ്റൽ എടുക്കുവാണെങ്കിൽ മെറ്റലിലുള്ളത് എപ്പോഴും ഇലക്ട്രോൺസ് ആയിരിക്കും കാണുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? അവയിൽ ഇലക്ട്രോൺസിന്റെ ഫ്ലോ മൂലമായിരിക്കും അവിടെ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകുന്നത്. ഇനി നമ്മൾ സൊല്യൂഷൻസ് എടുക്കുക. സൊല്യൂഷൻസ് എടുത്താൽ അതിൽ കാണുന്നത് അയോൺസ് ആയിരിക്കും. അപ്പം അയോൺസിന്റെ മൂവ്മെന്റ് മൂലം, അതായത് സൊല്യൂഷൻസിൽ പോസിറ്റീവ് അയോണും ഉണ്ട്, നെഗറ്റീവ് അയോൺസും ഉണ്ട്. അയോണിന്റെ മൂവ്മെന്റ് മൂലമായിരിക്കും അവിടെ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് കണ്ടക്ടേഴ്സിനെ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം: ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ് എന്നും ഇലക്ട്രോലിറ്റിക് കണ്ടക്ടേഴ്സ് എന്നും. അപ്പോൾ ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മെറ്റൽസ് കാണിക്കുന്ന കണ്ടക്ടേഴ്സ്, അതായത് മെറ്റൽസ് ആണ് അതിന് എക്സാമ്പിൾ. അവിടെ എന്താണ് ഇലക്ട്രിക് കറണ്ടിനെ പാസ് ചെയ്യാൻ കാരണം അവിടെ എന്താണ്? പ്രസൻസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. നമ്മൾ ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആ നെയിമിൽ തന്നെയുണ്ട്. ഇലക്ട്രോണിക് എന്ന് പറഞ്ഞാൽ അവിടെ ഇലക്ട്രോൺസിന്റെ പ്രസൻസ് മൂലമായിരിക്കും ഇലക്ട്രിക് കറണ്ട് വരുന്നത്. ഇനി അടുത്തത് ഇലക്ട്രോലിറ്റിക് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊല്യൂഷൻസ് കാണിക്കുന്ന സൊല്യൂഷൻസ് ആയിരിക്കും ഈ ഒരു ടൈപ്പ് കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ. അതായത് ഇലക്ട്രോലിറ്റിക് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ കണ്ടക്ടിവിറ്റി ഉണ്ടാകാൻ കാരണം എന്തിൻ്റെ പ്രസൻസ് ആണ്? അയോൺസിൻ്റെ പ്രസൻസ് ആണ്. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ആസിഡ്സ്, സോൾട്ട് സൊല്യൂഷൻസ് ഒക്കെ ഈ ഒരു ടൈപ്പ് കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആണ്. ഇനി കണ്ടക്ടേഴ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്നത് ഇൻസുലേറ്റേഴ്സിനെ പറ്റിയാണ്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യിപ്പിക്കാത്ത സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ദ സബ്സ്റ്റൻസ് വിച്ച് ഡസ് നോട്ട് അലോ ദ പാസേജ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ത്രൂ ദം. അപ്പം ഇനി നമുക്ക് ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുള്ളത് കണ്ടക്ടേഴ്സിനെ പറ്റി മാത്രമാണ്. അപ്പം നമുക്ക് കണ്ടക്ടേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ടേംസ് നോക്കാം. അതിൽ ഫസ്റ്റ് ടേം ആണ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് R. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് ചോദിച്ചാൽ ഇറ്റ് മെഷേഴ്സ് ദ ഒബ്സ്ട്രക്ഷൻ ടു ദ ഫ്ലോ ഓഫ് കറണ്ട്, അതായത് കറണ്ട് ഫ്ലോ ചെയ്യുന്നതിനുള്ള തടസ്സത്തെ മെഷർ ചെയ്യുന്നതാണ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ചോദിച്ചാൽ യൂണിറ്റ് എപ്പോഴും ഓം ആയിരിക്കും റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ്. ഇനി നമ്മൾ ഒരു കണ്ടക്ടേഴ്സ് എടുത്താൽ, ഇപ്പോൾ ലെറ്റ് കണ്ടക്ടേഴ്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L സെൻറ്റിമീറ്റർ ആണെന്ന് വെച്ചോ. അടുത്തത് ആ കണ്ടക്ടറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് A സെൻറ്റിമീറ്റർ സ്ക്വയറുമാണ്. അപ്പോൾ എന്ത് ചെയ്യും? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ടക്ടേഴ്സിൻ്റെ ലെങ്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏരിയയ്ക്ക് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് R പ്രൊപ്പോർഷണൽ ടു L ആണ്, R ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ഇതിനെ നമുക്ക് ഒന്നിച്ച് എങ്ങനെ ചേർത്തെഴുതാം? അതായത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് Lന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലും ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് ഇൻവേഴ്സലി പ്രൊപ്പോർഷണലുമാണ്. അപ്പം ഇതാണ് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ഞാൻ എടുക്കുന്ന കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്, അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറിയിട്ട് ഇവിടെ ഈക്വൽ സൈൻ വന്നു. ഞാൻ അവിടെ കൊണ്ടുവരുന്ന ടേം എന്ന് പറയുന്നത് റോ ആണ്. മൾട്ടിപ്ലൈ ചെയ്ത ടേം റോ ആണ്. റോ ഇൻറ്റു L/A എന്ന് വരും. അതായത് റെസിസ്റ്റൻസ് ഈക്വൽ ടു, ഇതിനെ വിളിക്കുന്ന പേര് റോ എന്നാണ്, റോ ഇൻറ്റു L/A എന്ന് വരും. അപ്പോൾ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയാണ് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. ഈ കോൺസ്റ്റന്റിനെ അല്ലെങ്കിൽ ഈ റോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓർ നമുക്ക് പറയാം റെസിസ്റ്റിവിറ്റി എന്നും പറയാം. അപ്പം ഇത്രേ പറഞ്ഞോളൂ. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന കണ്ടക്ടറിന്റെ ലെങ്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് അതിനെ രണ്ടിനെയും ചേർത്ത് എങ്ങനെ എഴുതാം? R പ്രൊപ്പോർഷണൽ ടു L/A എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യണം? പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ ടേം ആണ് റോ എന്ന് പറയുന്നത്. റോ എന്ന് പറയുന്നത് സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓർ റെസിസ്റ്റിവിറ്റി എന്നാണ് പറയുന്നത്.
അപ്പം നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആർ ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എ എന്ന് വരും. ഇനി നമുക്ക് ഇപ്പം എൽ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ലെങ്ത് 1 സെൻറ്റിമീറ്റർ ആണെന്ന് വെച്ചോ. അടുത്ത ഏരിയ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ സ്ക്വയറുമായി. അപ്പം എന്ത് ചെയ്തു, എല്ലും 1 ആയി, ഏരിയ എന്ന് പറയുന്നത് 1 ആയി. അപ്പോൾ നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പെസിഫിക് റെസിസ്റ്റൻസിന് ഈക്വൽ ആകും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ആർ ഈക്വൽ ടു റോ എന്ന് എഴുതാം. എപ്പോഴാണ്, വെൻ എൽ ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ ആൻഡ് ഏരിയ ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, സ്പെസിഫിക് റെസിസ്റ്റൻസ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ ഓഫ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതായത് ലെങ്ത് യൂണിറ്റ് ആകുമ്പോൾ, അതായത് ഈക്വൽ ടു 1 ആകുമ്പോഴും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 സെൻറ്റിമീറ്റർ സ്ക്വയറും ആകുമ്പോഴാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് തന്നെ ആകുന്നുണ്ട്. അപ്പം ഇതാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. ഇനി നമുക്ക് സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓർ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് കണ്ടുപിടിക്കാം. അപ്പം നമുക്കറിയാം ആർ ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എ എന്നാണ്. ആർ ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എ. അപ്പം ഇതിലെനിക്ക് റോയുടെ യൂണിറ്റ് ആണ് കാണേണ്ടത്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് റോ എങ്ങനെ കാണാം, റോ ഈക്വൽ ടു ആർ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ എൽ എന്ന് വരും. ഈ ഇക്വേഷനകത്ത് ഇങ്ങനെ വരും. നമുക്കറിയാലോ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്, ഏരിയയുടെ യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്, എല്ലിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ ആണ്. ഇതും ഈ സെൻറ്റിമീറ്ററും ക്യാൻസൽ ആയി പോകും. അപ്പം നമുക്ക് റോയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പം ഇതാണ് ആദ്യത്തെ ടേം, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസും നമ്മൾ സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി ആണ് പഠിച്ചത്. അപ്പോൾ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ റെസിസ്റ്റൻസ് ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എ എന്നുള്ള ഇക്വേഷൻ ഓർത്ത് വയ്ക്കണം. പിന്നെ യൂണിറ്റ്. നെക്സ്റ്റ് ടേം ആണ് കണ്ടക്ടൻസ്. കണ്ടക്ടൻസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദ ഈസ് വിത്ത് വിച്ച് ഇലക്ട്രിക് കറണ്ട് ഫ്ലോസ് ത്രൂ ദ കണ്ടക്ടർ ഓർ എ സൊല്യൂഷൻ. ഒരു കണ്ടക്ടറിൽ കൂടി ഇലക്ട്രിക് കറണ്ട് എത്രമാത്രം വേഗത്തിലാണ് ഫ്ലോ ചെയ്യുന്നത്, അതിൻ്റെ മെഷറിനെയാണ് നമ്മൾ കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടക്ടൻസിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ സി എന്നാണ്. അപ്പോൾ നമുക്ക് സി ഈക്വൽ ടു എങ്ങനെ എഴുതാം, സി എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന്റെ ഇൻവേഴ്സ് ആണ്. അപ്പോൾ കണ്ടക്ടൻസ് ഈക്വൽ ടു 1 ബൈ റെസിസ്റ്റൻസ്. അതായത് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസിനെയാണ് നമ്മൾ കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കണ്ടക്ടൻസിന്റെ യൂണിറ്റ് നോക്കാം. യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ, റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്. അതായത് നമുക്ക് കണ്ടക്ടൻസ്, അപ്പോൾ റെസിസ്റ്റൻസിന് പകരം ഓം എന്ന് എഴുതാം. 1 ബൈ ഓം. 1 ബൈ ഓമിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഓം ഇൻവേഴ്സ് എന്ന് എഴുതാം. അപ്പോൾ കണ്ടക്ടൻസിന്റെ ഒരു യൂണിറ്റ് ഓം ഇൻവേഴ്സ് ആണ്, വേറൊരു യൂണിറ്റ് ഉണ്ട് മോ എന്ന് പറയുന്ന ഒരു യൂണിറ്റ്. പിന്നെ കണ്ടക്ടൻസിന്റെ എസ് ഐ യൂണിറ്റ് ആണ് സീമൻ, അതായത് എസ്. അപ്പം ഇത് മൂന്നുമാണ് കണ്ടക്ടൻസിന്റെ യൂണിറ്റ്. ഇനി നമ്മുടെ മൂന്നാമത്തെ ടേം ആണ് സ്പെസിഫിക് കണ്ടക്ടൻസ് ഓർ കണ്ടക്ടിവിറ്റി. ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിളാണ് കാപ്പ. അപ്പൊ ഇതിനെ വായിക്കേണ്ടത് കാപ്പ എന്നാണ്. കാപ്പ എന്ന് വെച്ചാൽ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് കണ്ടക്ടൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിന്റെ ഇൻവേഴ്സ് ആണ്. ഇൻവേഴ്സ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് കോൾഡ് കണ്ടക്ടൻസ്. അപ്പം സ്പെസിഫിക് കണ്ടക്ടൻസ് എന്തായിരിക്കും, ഇൻവേഴ്സ് ഓഫ് റെസിസ്റ്റിവിറ്റി ഓർ സ്പെസിഫിക് റെസിസ്റ്റൻസ്. റെസിസ്റ്റിവിറ്റി അഥവാ സ്പെസിഫിക് റെസിസ്റ്റൻസിന്റെ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്ത സിമ്പിൾ റോ എന്നായിരുന്നു. അതിന്റെ ഇൻവേഴ്സിനെയാണ് നമ്മൾ സ്പെസിഫിക് കണ്ടക്ടൻസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കാപ്പ ഈക്വൽ ടു 1 ബൈ റോ എന്ന് എഴുതാം. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. കാപ്പ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി അഥവാ സ്പെസിഫിക് റെസിസ്റ്റൻസിന്റെ ഇൻവേഴ്സ് ആണ്. നമുക്കറിയാം കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ 1 ബൈ റെസിസ്റ്റൻസ് ആണ്. നമ്മൾ പഠിച്ചതാണ് റെസിസ്റ്റൻസിന്റെ ഇൻവേഴ്സിനെയാണ് നമ്മൾ കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ റെസിസ്റ്റൻസിന് ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു, ആർ ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എ എന്ന് പഠിച്ചായിരുന്നു. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും, 1 ബൈ ആറിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അപ്പം വരുമ്പം റോ ഇൻറ്റു എൽ മുകളിൽ എ പോകും. അപ്പോൾ എന്ത് വന്ന് കണ്ടക്ടൻസ് എന്ന് പറയുന്നത് 1 ഇൻറ്റു എ ഡിവൈഡഡ് ബൈ റോ ഇൻറ്റു എൽ എന്ന് വന്നു. നമുക്ക് ഈ 1 ബൈ റോയ്ക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 1 ബൈ റോ എന്ന് പറഞ്ഞാൽ എന്താണ്, കാപ്പ എന്നാണ്. അപ്പം സി ഈക്വൽ ടു കാപ്പ ഇൻറ്റു എ ബൈ എൽ എന്ന് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് കാപ്പ കണ്ടുപിടിക്കാലോ. അതായത് കാപ്പ ഈക്വൽ ടു സി ഇൻറ്റു എൽ ബൈ എ.
അപ്പം ഇതിൽ നിന്ന് നമ്മൾ കാപ്പയുടെ ഇക്വേഷൻ എഴുതിയതാണ് കാപ്പ ഈക്വൽ ടു സി ഇൻറ്റു എൽ ബൈ എ എന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ കിട്ടിയെന്ന് വെച്ചാൽ കാപ്പ എന്ന് പറഞ്ഞാൽ 1/ρ ആണ്, ഇൻവേഴ്സ് ഓഫ് റെസിസ്റ്റിവിറ്റി ആണ്. നമുക്കറിയാം കണ്ടക്ടൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിൻ്റെ ഇൻവേഴ്സ് ആണ്. അപ്പോൾ ആറിന് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ 1/ρക്ക് പകരം കാപ്പ ഇട്ട് കൊടുക്കണം. അപ്പോൾ സി ഈക്വൽ ടു കാപ്പ ഇൻറ്റു എ ബൈ എൽ. അതിൽ നിന്ന് കാപ്പയുടെ വാല്യൂ ആണ് സി ഇൻറ്റു എൽ ബൈ എ എന്നുള്ളത്. നമ്മൾ ഇവിടെ കിട്ടിയ ഈ എൽ ബൈ എ എന്ന് പറഞ്ഞ ആ ഒരു ടേമിനെ പറയുന്ന പേരാണ്. അപ്പം എൽ ബൈ എ എന്താണെന്ന് ചോദിച്ചാൽ ആ ടേമിനെ പറയുന്ന പേരാണ് സെൽ കോൺസ്റ്റന്റ് ആണ്. സെൽ കോൺസ്റ്റന്റ് അതായത് കണ്ടക്ടൻസിനെ ഏത് ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണോ നമുക്ക് കണ്ടക്ടിവിറ്റി അഥവാ കാപ്പ കിട്ടുന്നത് അതിനെയാണ് നമ്മൾ സെൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. എന്നോട് പറയാം, ഇവിടെ സി എന്ന് പറഞ്ഞാൽ കണ്ടക്ടൻസ് ആണ്. കണ്ടക്ടൻസിനെ ഏത് ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണോ നമുക്ക് കാപ്പ കിട്ടുന്നത് ആ ഫാക്ടറിനെയാണ് നമ്മൾ സെൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഈ കിട്ടിയ ഇക്വേഷനെ എങ്ങനെ മാറ്റി എഴുതാം? കാപ്പ എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി ആണ്. കണ്ടക്ടിവിറ്റി ഈക്വൽ ടു കണ്ടക്ടൻസ് ഇൻറ്റു സെൽ കോൺസ്റ്റന്റ്. കണ്ടക്ടിവിറ്റി കാപ്പ, കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ സി ആണ്, സെൽ കോൺസ്റ്റന്റ് ആണ് എൽ ബൈ എ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന കണ്ടക്ടിവിറ്റി സെൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഇലക്ട്രോഡ്സ്, അതായത് ഒരു കണ്ടക്ടിവിറ്റി സെല്ലിൽ 2 ഇലക്ട്രോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എൽ എന്ന് പറയുന്നത്. അവ തമ്മിലുള്ള ഏരിയയാണ് എ. അപ്പോൾ ഏരിയ ഓഫ് ഇലക്ട്രോഡ്സ് ആർ കോൺസ്റ്റന്റ്, അതായത് ആ ഡിസ്റ്റൻസും അവ തമ്മിലുള്ള ഡിസ്റ്റൻസും ഏരിയയും എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ കോൺസ്റ്റന്റിനെയാണ് നമ്മൾ സെൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് സെൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഇലക്ട്രോഡ്സ് ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് കോൾഡ് സെൽ കോൺസ്റ്റന്റ് എന്നും പറയാം. അപ്പം ഇനി നമുക്ക് സെൽ കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്താണെന്ന് നോക്കാം. ഇക്വേഷൻ ഇതാണ്, കാപ്പ ഈക്വൽ ടു സി ഇൻറ്റു എൽ ബൈ എ എന്നാണ്. കണ്ടക്ടൻസിന്റെ യൂണിറ്റ് ഓം ഇൻവേഴ്സ് ആണ്, ഇൻറ്റു ലെങ്തിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ ആണ്, ഏരിയയുടെ യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പം നമുക്ക് സെന്റിമീറ്ററും ഒരു സെന്റിമീറ്ററും ക്യാൻസൽ ചെയ്യാം. അപ്പം ബാക്കി ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് വരും. അപ്പം ഇതായിരിക്കും കാപ്പയുടെ യൂണിറ്റ്. ഇനി നമുക്ക് എൽ ബൈ എ, അതായത് നമ്മുടെ സെൽ കോൺസ്റ്റന്റ് യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? സെൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എൽ ബൈ എ എന്നാണ് സെൽ കോൺസ്റ്റന്റ്. ലെങ്തിന്റെ യൂണിറ്റ് ഇപ്പം സെന്റിമീറ്റർ ആണ്, ഏരിയയുടെ യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അതായത് സെന്റിമീറ്ററും ക്യാൻസൽ ആയി പോയാൽ നമുക്ക് യൂണിറ്റ് എന്ന് പറയുന്നത് സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് വരും. അപ്പോൾ കാപ്പയുടെ യൂണിറ്റ് ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ ഇൻവേഴ്സ്, സെൽ കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ ഇൻവേഴ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ മീറ്ററിലാണ് വാല്യൂ തരുന്നതെങ്കിൽ അത് മീറ്റർ ഇൻവേഴ്സ് ആയിട്ട് മാറും. സെന്റിമീറ്റർ ഇൻവേഴ്സ് അല്ലെങ്കിൽ മീറ്റർ ഇൻവേഴ്സ്. അപ്പോൾ നമ്മൾ ഇപ്പം പറഞ്ഞ ഇക്വേഷൻ കണ്ടക്ടിവിറ്റി ഈക്വൽ ടു കണ്ടക്ടൻസ് ഇൻറ്റു സെൽ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് കണ്ടക്ടിവിറ്റി കാപ്പയും കണ്ടക്ടൻസ് സിയും അറിഞ്ഞിരുന്നാൽ ഒരു കണ്ടക്ടറിൻ്റെ സെൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ പറ്റും. സെൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ എൽ ബൈ എ ആണ്. ഇതാണ് സെൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്, എൽ ബൈ എ. അപ്പം നമ്മൾ ചില സെല്ലൊക്കെ എടുക്കുന്ന സമയത്ത് അതിലെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റായിട്ട് മെഷർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ സെൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് സെൽ കോൺസ്റ്റന്റ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ലെങ്തും അറിഞ്ഞിരിക്കണം, ഏരിയയും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ചില ഏരിയ കറക്റ്റായിട്ട് കിട്ടാത്തത് കൊണ്ട് നമ്മൾ സെൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഒരു സെല്ല് ഉപയോഗിക്കും. അതിൻ്റെ പേരാണ് കണ്ടക്ടിവിറ്റി സെൽ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടക്ടിവിറ്റി സെൽ എന്ന് ചോദിച്ചാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ഇലക്ട്രോഡ് പ്ലേറ്റ്സ് കോട്ടഡ് വിത്ത് ഫൈനലി ഡിവൈഡഡ് പ്ലാറ്റിനം ബ്ലാക്ക്. അതായത് കണ്ടക്ടിവിറ്റി സെല്ലിൽ 2 ഇലക്ട്രോഡുകളുണ്ട്. ഇതാണ് 2 ഇലക്ട്രോഡുകൾ. ഈ ഇലക്ട്രോഡുകൾ പ്ലാറ്റിനം ബ്ലാക്ക് വെച്ചിട്ട് നമ്മൾ കോട്ട് ചെയ്തിട്ടുണ്ട്. These two are welded with the ends of a platinum wire that are sealed through 2 glass tubes. അതായത് ഇവിടെ ഈ 2 ഗ്ലാസ് ട്യൂബുകളുണ്ട്. ഈ ഗ്ലാസ് ട്യൂബിനുള്ളിലൂടെ നമ്മൾ പ്ലാറ്റിനം വയർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാറ്റിനം വയറിന്റെ എൻഡിലായിരിക്കും നമ്മൾ ഈ ഇലക്ട്രോഡ്സ് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ആദ്യം പറഞ്ഞത് നമ്മുടെ കണ്ടക്ടിവിറ്റി സെല്ലിൽ 2 ഇലക്ട്രോഡുകളുണ്ട്. ഇലക്ട്രോഡ് എന്ന് പറയുന്നത് പ്ലാറ്റിനം ബ്ലാക്ക് വെച്ച് കോട്ട് ചെയ്തിട്ടുണ്ട്. 2 ഗ്ലാസ് ട്യൂബ് ഉണ്ട്. അതുവഴി നമ്മളൊരു പ്ലാറ്റിനം വയർ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എൻഡിലായിട്ടായിരിക്കും നമ്മുടെ ഇലക്ട്രോഡ്സ് വരുന്നത്.
These tubes are strongly fixed such that distance between electrodes remains unaltered. അതായത് ഈ രണ്ട് ഗ്ലാസ് ട്യൂബുകളും നമ്മൾ ഈ ഭാഗത്ത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ഇലക്ട്രോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരിക്കലും ചേഞ്ച് ആവരുത്. നമുക്ക് ഈ കണ്ടക്ടിവിറ്റി സെൽ ഉപയോഗിച്ച് എങ്ങനെയാണ് സെൽ കോൺസ്റ്റന്റ് മെഷർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ എങ്ങനെയാണ് സെൽ കോൺസ്റ്റന്റ് മെഷർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, സെൽ കോൺസ്റ്റന്റ് ഈസ് മെഷേർഡ് ബൈ ഫില്ലിംഗ് ദ കണ്ടക്ടിവിറ്റി സെൽ വിത്ത് എ സൊല്യൂഷൻ ഓഫ് നോൺ കണ്ടക്ടിവിറ്റി. നമുക്കൊരു സൊല്യൂഷൻ എടുക്കണം, ആ സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി നമുക്കറിയാം. അതായത് നോൺ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടക്ടിവിറ്റി അറിയാവുന്ന ഒരു സൊല്യൂഷൻ എടുത്തിട്ട് ഈ കണ്ടക്ടിവിറ്റി സെല്ലിൽ നമ്മൾ ഫില്ല് ചെയ്യണം. എന്നിട്ട് അതുവഴി നമുക്ക് സെൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പം ഫോർ എക്സാമ്പിൾ 0.1 മോളാർ KCl സൊല്യൂഷന്റെ കാപ്പയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.01288 സീമെൻസ് സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. ഇപ്പൊ KCl സൊല്യൂഷൻ ആണ് ഈ ഒരു കണ്ടക്ടിവിറ്റി സെല്ലിൽ ഫില്ല് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? കണ്ടക്ടിവിറ്റി ഓഫ് KCl സൊല്യൂഷൻ, അതായത് കാപ്പ എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി ഈക്വൽ ടു കണ്ടക്ടൻസ് ഇൻറ്റു സെൽ കോൺസ്റ്റന്റ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? സെൽ കോൺസ്റ്റന്റിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ നമുക്ക് കാപ്പയുടെ വാല്യൂ നമുക്കറിയാം, നമുക്കിനി ആരെ കണ്ടുപിടിക്കണം? കണ്ടക്ടൻസിനെ കണ്ടുപിടിക്കണം. അതായത് സി എന്ന് പറഞ്ഞാൽ കണ്ടക്ടൻസ് ആണ്. അപ്പം നമ്മുടെ കണ്ടക്ടൻസ് ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന കണ്ടക്ടൻസ് ഇക്വേഷൻ എന്താണ്? കണ്ടക്ടൻസ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്, അതായത് 1/R ആണ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ എടുത്ത സൊല്യൂഷന്റെ, അതായത് നമ്മളിവിടെ ഫില്ല് ചെയ്യുന്ന ഇപ്പം KCl സൊല്യൂഷൻ ആണോ ഏത് സൊല്യൂഷൻ എടുത്താലും നമുക്ക് സൊല്യൂഷന്റെ കാപ്പയുടെ വാല്യൂ അറിയാം. നമ്മൾ ഇനി ഏത് കണ്ടുപിടിക്കണം? സൊല്യൂഷന്റെ റെസിസ്റ്റൻസ് കൂടെ കണ്ടുപിടിക്കണം. അതായത് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ റെസിസ്റ്റൻസിന്റെ ഇൻവേഴ്സ് ആണ് എന്ത്? കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അതുവഴി സെൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതെന്നാണ് അടുത്ത പറയാൻ പോകുന്നത്. നെക്സ്റ്റ് ആണ് ഡിറ്റർമിനേഷൻ ഓഫ് കണ്ടക്ടൻസ്. അതായത് സെൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് കണ്ടക്ടിവിറ്റി കാപ്പയുടെ വാല്യൂ അറിയണം, കണ്ടക്ടൻസിന്റെ വാല്യൂ അറിയണം. കാപ്പയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. ഇനി ആരെ കണ്ടുപിടിക്കണം? കണ്ടക്ടൻസിനെ കണ്ടുപിടിക്കണം. അപ്പൊ കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ്. അതായത് നമ്മൾ കണ്ടക്ടിവിറ്റി സെല്ലിൽ ഫില്ല് ചെയ്തിരിക്കുന്ന സൊല്യൂഷന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ആ റെസിസ്റ്റൻസിൽ നിന്നേ നമുക്ക് കണ്ടക്ടൻസ് മെഷർ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ്. നിങ്ങൾ ഇത് +2 പഠിച്ചിട്ടുണ്ട്. നമ്മൾ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് ഉപയോഗിച്ച് കണ്ടക്ടൻസിന്റെ മെഷർമെന്റ്. അപ്പൊ നോക്കിയേ, വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇവിടെ 3 മെറ്റൽ സ്ട്രിപ്സ് ഉണ്ട്, ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ്. ഈ ഫസ്റ്റ് ആൻഡ് തേർഡ് മെറ്റൽ സ്ട്രിപ്പിനെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്തിട്ട് ഒരു യൂണിഫോം വയർ വെച്ചിട്ടുണ്ട്. ആ വയറാണ് AB എന്ന് പറയുന്നത്. ഇവിടെ ഈ ഗ്യാപ്പാണ് ലെഫ്റ്റ് ഹാൻഡ് ഗ്യാപ്പ്, ഇതാണ് റൈറ്റ് ഹാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ റൈറ്റ് ഹാൻഡ് ഗ്യാപ്പിൽ നമ്മളൊരു റെസിസ്റ്റന്റ് ബോക്സ് വെച്ചിട്ടുണ്ട്. അതായത് നമുക്കറിയാവുന്ന ഒരു റെസിസ്റ്റൻസ് ആയിരിക്കും ഇവിടെ കൊടുക്കുന്നത്, നോൺ റെസിസ്റ്റൻസ്. അതിനെ ഞാൻ, അതായത് R എന്ന് പറയുന്നത് നോൺ റെസിസ്റ്റൻസ് ആണ്. ഞാനിവിടെ അപ്ലൈ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് R എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു മൂവബിൾ ജോക്കി ഉണ്ട്. ആ ജോക്കിയിൽ നമ്മളൊരു ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ നൾ പോയിന്റ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്, ഹെഡ്ഫോൺ വെച്ചേക്കുന്നത്. ഇനി നമ്മുടെ ഈ ലെഫ്റ്റ് ഹാൻഡ് ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിലാണ് നമ്മൾ കണ്ടക്ടിവിറ്റി സെല്ലിന്റെ ഇലക്ട്രോഡ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അതായത് കണ്ടക്ടിവിറ്റി സെല്ല് നമ്മൾ നേരത്തെ വരച്ചായിരുന്നു. കണ്ടക്ടിവിറ്റി സെല്ലിൽ 2 ഇലക്ട്രോഡ്സ് ഉണ്ട്. അതായത് പ്ലാറ്റിനം, ബ്ലാക്ക് ഒക്കെ വെച്ച് കോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏത് സൊല്യൂഷന്റെ ആണോ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത് അത് നമ്മൾ ഈ കണ്ടക്ടിവിറ്റി സെല്ലിൽ ഫില്ല് ചെയ്യും. അപ്പൊ ഇതാണ് 2 ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഗ്യാപ്പിൽ ആദ്യം ഈ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭാഗവുമായിട്ട് കണക്ട് ചെയ്യും. ഈ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗവുമായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ടക്ടിവിറ്റി സെല്ലായിട്ടും റൈറ്റ് ഹാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് നോൺ റെസിസ്റ്റൻസുമായിട്ടും കണക്ട് ചെയ്യും. അപ്പോൾ സൊല്യൂഷൻ്റെ റെസിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഞാൻ സൊല്യൂഷൻ്റെ റെസിസ്റ്റൻസിനെ എടുക്കുവാണ് R ഡാഷ്. R ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ് ഓഫ് ഈ കണ്ടക്ടിവിറ്റി സെല്ലിലെ സൊല്യൂഷൻ്റെ റെസിസ്റ്റൻസിനെയാണ് ഞാൻ R ഡാഷ് എന്ന് എടുക്കുന്നത്.
അപ്പം ഇത്രയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ കണ്ടക്ടൻസ് മെഷർ ചെയ്യുന്നത് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ AB എന്ന് പറയുന്നൊരു യൂണിഫോം വയറുണ്ട്. പിന്നെ നമ്മളിവിടെ സർക്യൂട്ട്, അതായത് കറണ്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ AC ആണ് യൂസ് ചെയ്യുന്നത്, അതായത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് യൂസ് ചെയ്യുന്നത്. 1000 മുതൽ 4000 ഹെഡ്സ് ഫ്രീക്വൻസിയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ ഒരിക്കലും ഡയറക്റ്റ് കറണ്ട് അഥവാ DC ഉപയോഗിക്കത്തില്ല. അതിന് കാരണം DC നമ്മൾ ഉപയോഗിച്ചാൽ ഇവിടെ ഈ നമ്മൾ എടുത്തിരിക്കുന്ന സൊല്യൂഷൻ്റെ ഇലക്ട്രോളിസിസ് നടക്കും. നമുക്കൊരിക്കലും ഇലക്ട്രോളിസിസ് നടക്കരുത്. അപ്പം AC യൂസ് ചെയ്താൽ അവിടെ ഇലക്ട്രോളിസിസിനെ അത് പ്രിവെൻറ്റ് ചെയ്ത് നിർത്തും. അതുപോലെ തന്നെ DC ഉപയോഗിച്ചാൽ ഈ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനും ചേഞ്ച് വരും. നമുക്ക് കോൺസെൻട്രേഷനോ അതിൻ്റെ കോമ്പോസിഷനോ ഒന്നും തന്നെ ചേഞ്ച് ആവരുത്. അതുപോലെ തന്നെ ഇലക്ട്രോളിസിസും നടക്കരുത്. അതിനുവേണ്ടിയാണ് നമ്മൾ AC ഫ്രീക്വൻസി യൂസ് ചെയ്യുന്നത്. 1000 മുതൽ 4000 ഹെഡ്സ് വരെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത നമ്മുടെ ഇവിടുത്തെ മിഡിലിലെ മെറ്റൽ സ്ട്രിപ്പുമായിട്ട് നമ്മളൊരു മൂവബിൾ ജോക്കി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ നൾ പോയിന്റ് ഡിറ്റക്ടർ എന്ന് പറയുന്നത് ഒരു ഹെഡ്ഫോൺ ആണ്. അതായത് ജോക്കിയായിട്ട് അറ്റാച്ച് ചെയ്ത് ഒരു ഹെഡ്ഫോൺ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ അതിൻ്റെ റെസിസ്റ്റൻസ് കുറയുന്നതിനനുസരിച്ച് ഇവിടുത്തെ ഈ ഹെഡ്ഫോൺ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇതിൻ്റെ സൗണ്ടിനും വേരിയേഷൻ വരും. അതായത് റെസിസ്റ്റൻസ് കുറയുന്നതിനനുസരിച്ച് ഇതിൻ്റെ സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റിയും കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ജോക്കി ഉപയോഗിച്ചിട്ടാണ് ഇതിനെ ബാലൻസിങ് പോയിന്റ് കണ്ടുപിടിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ജോക്കി ഈ വയറിൽ കൂടി മൂവ് ചെയ്യിപ്പിക്കണം. മൂവ് ചെയ്യിപ്പിച്ച് ഈ ഒരു പോയിന്റ് ഡിയിലെത്തിയ സമയത്ത് ഇവിടുത്തെ സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് മിനിമം ആയി. അതായത് നമുക്ക് സൗണ്ട് കേൾക്കുന്നേ ഇല്ല. അതായത് സൗണ്ട് എന്ന് പറയുന്നത് 0 ആയി. ഈ പോയിന്റിനെയാണ് നമ്മൾ ബാലൻസിങ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ നൾ പോയിന്റ് ഡിറ്റക്ടർ ആരാണ്? ഇവിടെ നൾ പോയിന്റ് ഡിറ്റക്ടറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഹെഡ്ഫോൺ ആണ്. ഹെഡ്ഫോൺ എന്ന് പറയുന്നത് മൂവബിൾ ജോക്കിയായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൊടുക്കുന്ന AC ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ഈ ഹെഡ്ഫോൺ എന്ന് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നതിനനുസരിച്ച് ഇതിൻ്റെ സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റിയും കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിൻ്റെ ബാലൻസിങ് പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ജോക്കി ഇതുവഴി മൂവ് ചെയ്യിപ്പിക്കണം. മൂവ് ചെയ്യിപ്പിച്ച് ഈ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ എന്തായി? സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി 0 ആയി. അതായത് സൗണ്ട് ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പോയിന്റിനെ അതിൻ്റെ ബാലൻസിങ് പോയിന്റ് എന്ന് പറയാൻ പറ്റും. അപ്പം നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. കണ്ടക്ടൻസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് ആണ് യൂസ് ചെയ്യുന്നത്. 1 arm ഈസ് കണക്റ്റഡ് ടു കണ്ടക്ടിവിറ്റി സെൽ കണ്ടെയ്നിങ് ടെസ്റ്റ് സൊല്യൂഷൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇതാണ് AB എന്ന് പറയുന്ന യൂണിഫോം വയർ. ഇതാണ് റെസിസ്റ്റൻസ് ബോക്സ് എന്ന് പറയുന്നത്. വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിൻ്റെ 1 arm എന്ന് പറയുന്നത് നമ്മുടെ കണ്ടക്ടിവിറ്റി സെല്ലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നോൺ റെസിസ്റ്റൻസ് R ഈസ് ടേക്കൺ ഔട്ട് ഓഫ് റെസിസ്റ്റൻറ്റ് ബോക്സ്. അതായത് നമ്മൾ ഇവിടെ കൊടുക്കുന്ന നമുക്ക് അറിയാവുന്ന റെസിസ്റ്റൻസിനെയാണ് R എന്ന് പറയുന്നത്. നമുക്ക് ആരുടെയാ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത്? കണ്ടക്ടിവിറ്റി സെല്ലിലുള്ള ടെസ്റ്റ് സൊല്യൂഷൻ്റെ റെസിസ്റ്റൻസ് ആണ്. അതിനെ നമ്മൾ എടുത്തത് എന്താണ്? R' എന്നാണ് എടുത്തത്. ഇനി ഇവിടെ ഉപയോഗിക്കുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് AC ഈസ് യൂസ്ഡ്. അപ്പം നൾ പോയിന്റ് ഡിറ്റക്ടർ. അപ്പോൾ ഇവിടെ നമ്മൾ നൾ പോയിന്റ് എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്? ഇവിടെ ജോക്കിയുടെ ഇവിടായിട്ട് നമ്മൾ ഹെഡ്ഫോൺ കണക്ട് ചെയ്തിട്ടുണ്ട്. ഹെഡ്ഫോൺ വെച്ചിട്ടാണ് നമ്മൾ നൾ പോയിന്റ് ഡിറ്റക്ട് ചെയ്യുന്നത്. വിച്ച് പ്രൊഡ്യൂസസ് സൗണ്ട് അക്കോർഡിംഗ് ടു ദ AC ഫ്രീക്വൻസി. അതായത് AC ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ഹെഡ്ഫോൺ എന്ത് ചെയ്യും? സൗണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് നമുക്ക് ഈ ബ്രിഡ്ജിനെ എങ്ങനെ ബാലൻസ് ചെയ്യാം? ബാലൻസ്ഡ് ബൈ മൂവിങ് ദ ജോക്കി. ഈ ജോക്കി എന്ത് ചെയ്യണം? ഈ AB എന്നുള്ള വയറിൽ കൂടി നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുമ്പോഴാണ് നമുക്ക് ബ്രിഡ്ജ് ബാലൻസ് ആകുന്നത്. അപ്പം ബാലൻസിങ് പോയിന്റിൽ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇതിൻ്റെ നമ്മുടെ ആ ഹെഡ്ഫോണിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് ബിക്കംസ് 0 ആയിട്ട് മാറും. അതായത് ഈ ഒരു പോയിന്റ് ഡിയിലെത്തിയപ്പോൾ എന്ത് ചെയ്തു? സൗണ്ട് ബിക്കം 0 ആയി. അപ്പോൾ നമുക്ക് മനസ്സിലായി അത് ആ ഒരു പോയിന്റ് ആണ് അതിൻ്റെ ബാലൻസിങ് പോയിന്റ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് പറയാം? അറ്റ് നൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ ബാലൻസിങ് പോയിന്റ് തന്നെയാണ്. അവിടെ സൗണ്ടിന്റെ ഇന്റൻസിറ്റി 0 ആവുന്നു. അപ്പൊ നൾ പോയിന്റിൽ റെസിസ്റ്റൻസ് ഓഫ് സൊല്യൂഷൻ ഇൻ ദ കണ്ടക്ടിവിറ്റി സെല്ല്, നമ്മൾ കണ്ടക്ടിവിറ്റി സെല്ലിൽ എടുത്ത സൊല്യൂഷന്റെ റെസിസ്റ്റൻസ് ആണ് R' ഡിവൈഡഡ് ബൈ നോൺ റെസിസ്റ്റൻസ് R ഈക്വൽ ടു ഇവിടം തൊട്ട്, അതായത് A മുതൽ D വരെയുള്ള ലെങ്ത്, ബാലൻസിങ് ലെങ്ത് ഓഫ് AD ഡിവൈഡഡ് ബൈ ബാലൻസിങ് ലെങ്ത് ഓഫ് DB എന്ന് നമുക്ക് ഇക്വേഷൻ എഴുതാം. അപ്പം നമുക്ക് R അറിയാം, അതായത് നോൺ റെസിസ്റ്റൻസ് R നമുക്കറിയാം. ബാലൻസിങ് ലെങ്ത് AD, A മുതൽ D വരെയുള്ള ലെങ്ത് നമുക്കറിയാം. അതായത് അവിടെ ഒരു സ്കെയിൽ വെച്ചിട്ടുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അടുത്ത ബാലൻസിങ് ലെങ്ത് ഓഫ് DB, അതായത് D മുതൽ B വരെയുള്ള ലെങ്ത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് R' കണ്ടുപിടിക്കാമല്ലോ. അതായത് R' എന്ന് പറയുന്നത്
റെസിസ്റ്റൻസ് ഓഫ് സൊല്യൂഷൻ ഇൻ ദ കണ്ടക്ടിവിറ്റി സെല്ല്. എങ്ങനെ കിട്ടും? ഇതിനെ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് നോൺ റെസിസ്റ്റൻസ് ഇൻറ്റു ബാലൻസിങ് ലെങ്ത് ഓഫ് എ ഡി ഡിവൈഡഡ് ബൈ ബാലൻസിങ് ലെങ്ത് ഓഫ് ഡി ബി. അപ്പം ഇത്രയും ചെയ്യുമ്പോൾ നമ്മൾ കണ്ടക്ടിവിറ്റി സെല്ലിൽ എടുത്ത സൊല്യൂഷൻ്റെ റെസിസ്റ്റൻസ് കിട്ടും. അപ്പോൾ റെസിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ്റെ കണ്ടക്റ്റൻസ് എങ്ങനെ കാണാം? കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1 റെസിസ്റ്റൻസ് ആണ്. ഇവിടെ കിട്ടിയ റെസിസ്റ്റൻസിൻ്റെ, നമ്മളിവിടെ റെസിസ്റ്റൻസ് ആർ ഡാഷ് എന്നാണ് എടുത്തത്, അതിൻ്റെ റെസിപ്രോക്കൽ കണ്ടുപിടിച്ചാൽ നമുക്ക് കണ്ടക്റ്റൻസ് കിട്ടും. അപ്പോൾ നമുക്ക് അറിയാലോ, കാപ്പ ഈക്വൽ ടു കണ്ടക്റ്റൻസ് ഇൻറ്റു സെൽ കോൺസ്റ്റന്റ് എന്നായിരുന്നു, അതായത് L/A. അപ്പോൾ നമുക്കിപ്പം കണ്ടക്റ്റൻസും കിട്ടി, നമുക്ക് കാപ്പയുടെ വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സെൽ കോൺസ്റ്റന്റ് L/A കണ്ടുപിടിക്കാൻ പറ്റും. അതായത് സെൽ കോൺസ്റ്റന്റ് L/A എന്ന് പറഞ്ഞത് എന്ത് വരും? കാപ്പ ഡിവൈഡഡ് ബൈ സി എന്ന് വരും. അപ്പം ഇത്രയാണ് ഡിറ്റർമിനേഷൻ ഓഫ് കണ്ടക്റ്റൻസും കണ്ടക്ടിവിറ്റിയും അതുപോലെ തന്നെ കണ്ടക്ടിവിറ്റി സെല്ലും. ഇനി നമുക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത് പ്രോബ്ലംസ് ആണ്, നമുക്കത് ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം, കാൽക്കുലേറ്റ് സ്പെസിഫിക് കണ്ടക്റ്റൻസ് ഓഫ് എ സാമ്പിൾ ഓഫ് വാട്ടർ അറ്റ് 298 Kelvin which shows a conductance of 560 microsiemen in the given cell. A standard solution of 0.1 molar KCl solution shows a conductance of 12.34 millisiemen in that cell. Kappa of KCl equal to 0.01288 Siemens centimeter inverse എന്ന് തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ക്വസ്റ്റിനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ വാട്ടറിന്റെ സ്പെസിഫിക് കണ്ടക്ടൻസ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടക്ടിവിറ്റിയെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, അതായത് കാപ്പയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്തിന്റെ? വാട്ടറിന്റെ കാപ്പ കണ്ടുപിടിക്കണം. അവരെന്നിട്ട് കണ്ടക്ടൻസ് തന്നിട്ടുണ്ട് വാട്ടറിന്റെ, എന്താണ്? 560 മൈക്രോസീമൻ എന്നും തന്നിട്ടുണ്ട്. നമുക്ക് പക്ഷെ സെൽ കോൺസ്റ്റന്റ് അറിയത്തില്ല. സെൽ കോൺസ്റ്റന്റ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം, എന്നാലേ നമുക്ക് വാട്ടറിന്റെ കാപ്പ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവര് സെൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി അടുത്ത ഹിന്റ് എന്താ തന്നേക്കുന്നത്? അതായത് എ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് 0.1 മോളാർ KCl സൊല്യൂഷൻ ഷോസ് എ കണ്ടക്ടൻസ് ഓഫ് 12.34 മില്ലിസീമൻ ഇൻ ദാറ്റ് സെല്ല്. നമുക്ക് KCl സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി, അതായത് കാപ്പയുടെ വാല്യൂ തന്നിട്ടുണ്ട് 0.01288, അതിന്റെ കണ്ടക്ടൻസിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 12.34. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം KCl സൊല്യൂഷന്റെ സെൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാലോ. എങ്ങനെ കണ്ടുപിടിക്കാം? സെൽ കോൺസ്റ്റന്റ് L/A ആണ്. L/Aയുടെ ഇക്വേഷൻ എന്ത് വരും? L/A ഈക്വൽ ടു, നമ്മൾ ചെയ്യുന്നത് ആദ്യം KCLന്റെ വെച്ചിട്ടാണ്. KCLന്റെ വെച്ചിട്ട് നമ്മൾ ആദ്യം സെൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. ആ സെൽ കോൺസ്റ്റന്റ് അപ്ലൈ ചെയ്തിട്ട് വേണം സ്പെസിഫിക് കണ്ടക്ടൻസ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കാൻ. അപ്പോൾ സെൽ കോൺസ്റ്റന്റ് ഈക്വൽ ടു, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, കാപ്പ ഡിവൈഡഡ് ബൈ കണ്ടക്ടൻസ് എന്ന് വരും. കാപ്പയുടെ വാല്യൂ KCLന്റെ എത്രയാണ്? 0.01288 സീമൻ സെന്റിമീറ്റർ ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ KCLന്റെ കണ്ടക്ടൻസിന്റെ എന്ന് പറയുന്നത് 12.34 മില്ലി സീമനിലാണ്. ഇവിടെ കണ്ടക്ടിവിറ്റി സീമൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ മില്ലി സീമനെ സീമനാക്കി മാറ്റണം. അതിന് എന്ത് ചെയ്താൽ മതി? ഒരു 10⁻³ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം 12.34 ഇൻറ്റു 10⁻³ സീമൻ എന്ന് വരും. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ചെയ്യുന്ന സമയത്ത് ആൻസർ 1.0437. ഇവിടുത്തെ സീമനും ക്യാൻസൽ ആയി പോവും. സെൽ കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് വരും. അതായത് സെൽ കോൺസ്റ്റന്റ് ആണ് നമുക്ക് എത്ര കിട്ടിയത്? 1.0437 സെന്റിമീറ്റർ ഇൻവേഴ്സ്. ഇനി എന്ത് ചെയ്യണം? നമുക്ക് വാട്ടറിന്റെ സ്പെസിഫിക് കണ്ടക്ടൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് സെൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ കിട്ടി 1.0437. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സ്പെസിഫിക് കണ്ടക്ടൻസ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കാം. സ്പെസിഫിക് കണ്ടക്ടൻസ് അഥവാ കണ്ടക്ടിവിറ്റി കാപ്പ ഈക്വൽ ടു കണ്ടക്ടൻസ് ഇൻറ്റു സെൽ കോൺസ്റ്റന്റ്. വാട്ടറിന്റെ കണ്ടക്ടൻസിന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 560 മൈക്രോ സീം എന്ന് തന്നിട്ടുണ്ട്. ഇൻറ്റു സെൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ നമ്മളിപ്പം കണ്ടുപിടിച്ചു 1.0437 സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്ന്. അപ്പം ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കണ്ടക്ടിവിറ്റി, ഓർ നിങ്ങൾ തെറ്റിപ്പോയത്, കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാലും സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അപ്പം ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് സ്പെസിഫിക് കണ്ടക്ടൻസ് കിട്ടും. അതിൻ്റെ വാല്യൂ 584 മൈക്രോ സീമൻ സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് വരും. അപ്പം ഇതാണ് നമ്മുടെ സ്പെസിഫിക് കണ്ടക്ടൻസ് ഓഫ് വാട്ടർ.
Second problem, the resistance of a conductivity cell containing 0.001 molar KCl solution at 298 Kelvin is 1500 ohm. What is the cell constant? അവർ KCl സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി കാപ്പയുടെ വാല്യൂ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സെൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനാണ്. നമുക്കറിയാം കണ്ടക്ടിവിറ്റി കാപ്പ ഈക്വൽ ടു കണ്ടക്ടൻസ് ഇൻറ്റു സെൽ കോൺസ്റ്റന്റ് ആണ്. നമുക്ക് കണ്ടക്ടൻസ് ഇവിടെ തന്നിട്ടില്ല, പകരം ആരെയാ തന്നിരിക്കുന്നത്? റെസിസ്റ്റൻസിനെയാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാലോ കണ്ടക്ടൻസ് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? കണ്ടക്ടിവിറ്റി കാപ്പ ഈക്വൽ ടു കണ്ടക്ടൻസിന് പകരം 1/R എന്ന് കൊടുക്കണം. അതായത് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ് കണ്ടക്ടൻസ് ഇൻറ്റു സെൽ കോൺസ്റ്റന്റ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് സെൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാലോ. എത്ര വരും? സെൽ കോൺസ്റ്റന്റ് ഈക്വൽ ടു കാപ്പയും ആറൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് കാപ്പ ഇൻറ്റു 6. കാപ്പയുടെ വാല്യൂ തന്നിട്ടുണ്ട്. കണ്ടക്ടിവിറ്റി 0.146 ഇൻറ്റു 10⁻³ ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ഇൻറ്റു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 1500 ഓം എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് വരും? ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ 0.219 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് വരും. അതായത് യൂണിറ്റ് ഈ ഓം ഇൻവേഴ്സും ഈ ഓമും ക്യാൻസൽ ആയി പോകും. ബാക്കി സെൽ കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെന്റിമീറ്റർ ഇൻവേഴ്സ് വരും. അപ്പം ഇതും ഒരു ഇക്വേഷൻ ആണ്. സെൽ കോൺസ്റ്റന്റ് അതായത് റെസിസ്റ്റൻസ് തരുവാണെങ്കിൽ നമുക്ക് സെൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത്. കണ്ടക്ടൻസ് തരുവാണെങ്കിൽ ഇവിടെ സെൽ കോൺസ്റ്റന്റ് ഈക്വൽ ടു കാപ്പ ഡിവൈഡഡ് ബൈ കണ്ടക്ടൻസ്. ഇനി റെസിസ്റ്റൻസ് ആണ് തരുന്നതെങ്കിൽ സെൽ കോൺസ്റ്റന്റ് ഈക്വൽ ടു കാപ്പ ഇൻറ്റു റെസിസ്റ്റൻസ്. Next problem ആണ് a conductivity cell having cell constant 8.76 centimeter inverse placed in 0.01 molar solution of an electrolyte offered a resistance of 1000 ohm. What is the conductivity of electrolytic solution? ഈ പ്രോബ്ലം നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് ആൻസർ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്